ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. എന്താണ് പ്രവർത്തനം? എ 0, 2, 9, 8 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് 8 നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 4 അക്കങ്ങളാണ്. അത് വെച്ചുകൊണ്ട് 4 അക്ക സംഖ്യകൾ, 4 അക്കങ്ങളുള്ള 4 ഡിജിറ്റ് നമ്പേഴ്സ് തന്നെ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നിന്ന് ഒരു സംഖ്യ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 8 എടുക്കുകയാണെന്ന് വെക്കുക. ഓക്കെ, നമുക്കിവിടെ എഴുതാം ഉത്തരം. 8 എടുക്കുകയാണെങ്കിൽ എയുടെ ആൻസർ ആണ് കേട്ടോ. എയുടെ ആൻസർ 8 എടുക്കുകയാണെങ്കിൽ 8 എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 9 എടുക്കുക. ഓക്കെ, 9, 2, 0 ഇതേ ഓർഡറിൽ തന്നെ നമ്മൾ എഴുതി കൊടുക്കുക. 8, 9, 2, 0 എന്ന് എഴുതി കൊടുക്കുക. ഇനി അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ 8 എഴുതുക. നമ്മൾ നേരത്തെ എഴുതിയത് 9 ആയിരുന്നില്ലേ, ഇനി നമ്മൾ 2 എഴുതുക. എന്നിട്ട് 2 പിന്നെ 9 എഴുതുക, പിന്നെ 0. ഓക്കെ, അപ്പോൾ 2 നമ്പർ കിട്ടി അല്ലേ. ഇനി അടുത്ത് നോക്കൂ, വീണ്ടും 8 എഴുതുക. എന്നിട്ട് നമ്മൾ ഇത് 2 അല്ലേ എഴുതിയത്, ഇനി നമ്മൾ 9 എഴുതി 2 എഴുതി, ഇനി നമ്മൾ 0 എഴുതി കൊടുക്കുക. 0, 9, 2. ഓക്കെ, വേറൊരു സംഖ്യയായി അല്ലേ. ഇനി നമുക്ക് 8 എഴുതിയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇനി നമ്മൾ 9 എടുക്കുക. ഓക്കെ, 9 എടുത്തിട്ട് 9, 8, 2, 0 എന്നെഴുതുക. അത് കഴിഞ്ഞ് വീണ്ടും 9 എടുക്കുക. എന്നിട്ട് 2, 8, 0 എന്നെഴുതി കൊടുക്കുക. വീണ്ടും 9 എടുക്കുക. എന്നിട്ട് 0, അത് കഴിഞ്ഞിട്ട് 8, 2 എന്നെഴുതി കൊടുക്കുക. ഇപ്പോൾ എത്ര സംഖ്യയായി? 1, 2, 3, 4, 5, 6 എണ്ണമായി അല്ലേ. ഇനി നമുക്ക് 2 എണ്ണം കൂടെ ഉണ്ടാക്കണം. ഇനി നമുക്ക് 9 എടുത്തു കഴിഞ്ഞു, നമ്മൾ 8 എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെടുക്കാം? 2 എടുക്കാം അല്ലേ. 2 എടുത്തിട്ട് വീണ്ടും നമ്മൾ 8, 9, 0 എന്നെഴുതി കൊടുക്കുക. വീണ്ടും 2 എടുക്കുക. എന്നിട്ട് നമ്മൾ എഴുതേണ്ടത് എത്രയാണ്? നമുക്ക് 9, 8, 0 എന്നെഴുതി കൊടുക്കാം. അപ്പോൾ എത്ര സംഖ്യയായി കൂട്ടുകാരെ? 1, 2, 3, 4, 5, 6, 7, 8 എണ്ണമായി. 8 നാലക്ക സംഖ്യയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അത് എഴുതി. ഇനിയും നമുക്ക് എഴുതാവുന്നതാണ്, പക്ഷേ 8 എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം നോക്കൂ. ബി ചോദ്യം, മുകളിൽ തന്നിട്ടുള്ള നാലക്ക സംഖ്യകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് വലിയ സംഖ്യ എഴുതാം. ഓക്കെ, വലിയ സംഖ്യ എങ്ങനെ എഴുതാം? വലിയ സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 9 ആണല്ലേ. 9 എഴുതുക. അതിനേക്കാൾ വലുത് ചെറുത് ഏതാണ്? 8 ആണ്. അതിനേക്കാൾ ചെറുത് 2, അതിനേക്കാൾ ചെറുത് 0. അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെറിയ സംഖ്യ എഴുതാം. ചെറിയ സംഖ്യ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? നമുക്കറിയാം 0 ആണ്. പക്ഷെ 0 വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. അതിനേക്കാൾ ചെറുത് ഏതാണ്? 2 ആണ്. അപ്പോൾ 2 എഴുതുക. എന്നിട്ട് 0 എഴുതി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചെറുതെന്ന് പറയുന്നത് 8 ആണ്. പിന്നെ 9 എഴുതി കൊടുക്കുക. അപ്പോൾ ഇതാണ് 9820 ആണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. 2089 ആണ് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ സി നോക്കൂ. സി ചോദ്യം എന്താണ്? മുകളിൽ തന്നിട്ടുള്ള 4 അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതിയ ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. അഥവാ വലിയ സംഖ്യ എന്ന് പറയുന്നത് 9820 ആണ്. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 2080 ആണ്. ഇതിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എത്രയാണ് കൂട്ടുകാരെ ഉത്തരം എന്ന് പറയുന്നത് 7731. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വരാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ ഇതനുസരിച്ച് ഇതേപോലെ തന്നെ മനസ്സിലാക്കുക. അക്കങ്ങൾ എഴുതുമ്പോൾ 4 അക്കമാണോ 3 അക്കമാണോ തന്നിട്ടുള്ളത്, അതനുസരിച്ച് നമ്മൾ ഒരു തലക്കം നിന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആകെ ചിലപ്പം തെറ്റും. പിന്നെ കുറേ സമയം നിങ്ങൾ അതിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തീർന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള ജോഡികളിലെ ഗുണനഫലങ്ങൾ വലുത് ഏതെന്നും ചെറുതിനേക്കാൾ എത്ര കൂടുതൽ എന്നും എഴുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ ചെയ്തു നോക്കണം. ഒന്നാമത്തേത് നമ്മൾ ചെയ്യാം. എത്രയാണ്? 23 × 8 അല്ലേ. 23 × 8 എത്ര ഉത്തരം കിട്ടും? 23 × 8 ചെയ്യുമ്പോൾ നമുക്ക് 184 എന്ന് ഉത്തരം കിട്ടും. ഇനി 28 × 3 ചെയ്യുക. 28 × 3 ചെയ്യുമ്പോൾ എത്ര ഉത്തരം കിട്ടും? 84 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇത് ഒന്നാമത്തെ കഴിഞ്ഞു, ഒന്നാമത്തെ കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെയാണ് നമ്മൾ നോക്കാനുള്ളത്. 12 × 7 എന്ന് പറയുന്നത് കൂട്ടുകാർ ചെയ്ത് നോക്കുക, 84 ആണ്. 17 × 2 എന്ന് പറയുന്നത് 34 ആണ്. ഇനി മൂന്നാമത്തേതിൽ 15 × 9 എന്ന് പറയുന്നത് 135 ആണ്.
19 ഇൻറ്റു 5 എന്ന് പറയുന്നത് 95. ഇനി അടുത്തത് നാലാമത്തത് 16 ഇൻറ്റു 8 എന്ന് പറയുന്നത് 128. 18 ഇൻറ്റു 6 എന്ന് പറയുന്നത് 108. ഓക്കെ. ഇനി ഇതിലെ വലുത് എന്ന് പറയുന്നത് ഏതാണ്? വലുത് എന്ന് പറയുന്നത് ഏത് ഗുണനസംഖ്യയാണ്? വലുതായിട്ടുള്ളത് 184 അല്ലേ? 184 അഥവാ ഏതാണ് ഗുണനസംഖ്യ? 23 ഇൻറ്റു 8. അതിൻ്റെ ഗുണനമാണ് എഴുതാൻ പറ്റുന്നത്. ഗുണനഫലങ്ങളിൽ വലുതാണ്. അപ്പോൾ 23 ഇൻറ്റു 8 അഥവാ 184. ഇതാണ് ഇതിലെ വലുത്. ചെറുത് ഏതാണ്? ചെറുത് എന്ന് പറയുന്നത് ഏറ്റവും ചെറുത് ഏതാണ് കൂട്ടുകാരെ? ഈ 34 കിട്ടിയതാണല്ലോ. അഥവാ രണ്ടാമത്തെ ഈ 17 ഇൻറ്റു 2. 17 ഇൻറ്റു 2 എന്നുള്ളതാണ് ചെറുതായിട്ടുള്ളത്. അഥവാ 34 ആൻസർ. ഇനി അടുത്തത് എന്താണ്? ഗുണനഫലങ്ങൾ വലുതും ചെറുതും എത്ര കൂടുതലാണെന്ന് എഴുതണം. അഥവാ 184 വലുത്, അതിൽ നിന്നും 34 കുറക്കുക. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 150. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, വ്യത്യാസം എന്ന് പറയുന്നത് 150. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്യുക. എന്നിട്ട് അതിലെ ഏറ്റവും കൂടുതൽ ഏതാണോ അതിൽ നിന്നും കുറവ് കുറക്കുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കി അതേ അളവിൽ വരയും വട്ടവും വരക്കുക. എ കേന്ദ്രമായും ബി കേന്ദ്രമായും ഇതേ വലിപ്പമുള്ള 2 വട്ടങ്ങൾ കൂടി വരക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? ഇവിടെ നമുക്കറിയാം ഇത് എ ബി എന്ന് പറയുന്ന ഈ വര എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 6 സെൻറ്റിമീറ്റർ ആണ്. അത് അതിൻ്റെ വ്യാസമാണ്. അപ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? ഇതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ 6ൻ്റെ പകുതി എടുക്കുക. 3 സെൻറ്റിമീറ്റർ നിങ്ങൾ സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അടയാളപ്പെടുത്തുക ഇങ്ങോട്ട്. ഓക്കെ. എന്നിട്ട് ഇവിടെ നിങ്ങൾ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ വരക്കുക. അപ്പോൾ എത്രയാവും? അപ്പോൾ ആരം വട്ടമായിട്ട് മാറും അല്ലേ? ഇതേ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വട്ടമായിട്ട് കിട്ടും. ഓക്കെ, ഇവിടെയാണ് കോമ്പസ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമ്മളുടെ അടുത്ത് ഇതേ വലിപ്പത്തിൽ 2 എണ്ണം കൂടെ വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആദ്യം നീട്ടി വരക്കുക. എന്നിട്ട് ഇവിടെ എ ബി എന്ന് കൊടുക്കുക. ഓക്കെ, എ ബി ഇത് എത്രയാണിപ്പോൾ? 6 സെൻറ്റിമീറ്റർ ആണല്ലേ? കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്ററും ഇവിടുന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്ററും ഉണ്ടാകും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇതിനെ നമ്മൾ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങനെ നമ്മൾ വരക്കുക. അപ്പോൾ ഇവിടുന്ന് വരക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ ഒരു വട്ടം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വെക്കുമ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയും ഒരു വട്ടം കിട്ടും. അപ്പോൾ അതേ വലിപ്പമുള്ള 3 വട്ടങ്ങൾ 1 2 3 വട്ടങ്ങൾ നമുക്ക് ഇതേപോലെ തന്നെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. അടുത്തത് നോക്കൂ, 24 ഇൻറ്റു 25 ഈക്വൽ ടു 600 ആണ്. താഴെ തന്നിട്ടുള്ളവയുടെ ഗുണനഫലങ്ങൾ ക്രിയ ചെയ്യാതെ കണ്ടുപിടിക്കുക. അപ്പോൾ 24 ഇൻറ്റു 25 എന്ന് പറയുന്നത് 600 ആണ്. അങ്ങനെയാണെങ്കിൽ 25 ഇൻറ്റു 26 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ എത്രയാണ് വ്യത്യാസം? 50 ആണ്. അപ്പോൾ അവിടെ 650 ആയിട്ട് വരും. ഇനി 22 ഇൻറ്റു 25 എന്ന് പറയുന്നത് അവിടെ കുറഞ്ഞു. അപ്പോൾ അത് 550 എന്ന് വരും. ഇനി 24 ഇൻറ്റു 27 എന്ന് പറയുന്നത് 648 ആണ്. 24 ഇൻറ്റു 24 എന്ന് പറയുന്നത് 576 ആണ്. അപ്പോൾ കൂട്ടുകാർ ഇത് ക്രിയ ചെയ്യാതെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയ ചെയ്തിട്ട് ആൻസർ പേപ്പറിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ, 6ാമത്തേതാണ്. സ്കൂൾ സൊസൈറ്റിയിലേക്ക് 22 രൂപ വിലയുള്ള നോട്ട് ബുക്കുകൾ വാങ്ങിയപ്പോൾ 13,750 രൂപയായി. എത്ര നോട്ട് ബുക്കുകളാണ് വാങ്ങിയത്? ഇവിടെ നമ്മൾ നോക്കേണ്ടത് വില അല്ലേ? നോട്ട് ബുക്കിൻ്റെ വില നിങ്ങൾ സ്റ്റെപ്പായിട്ട് എഴുതുന്നതാണ് എന്തുകൊണ്ടും മാത്സിന് നല്ലത്. അപ്പോൾ നോട്ട് ബുക്കിൻ്റെ വില എത്രയാണ്? 22 അല്ലേ? ആകെ തുക എത്രയായി? 13,750 ആയി. ഇനി എത്ര നോട്ട് ബുക്കുകൾ വാങ്ങി? എത്ര നോട്ട് ബുക്കുകൾ? അടുത്തത് എത്ര നോട്ട് ബുക്കുകൾ? എന്ത് ചെയ്യണം കൂട്ടുകാരെ? നമുക്കറിയാം ആകെ തുകയിൽ നിന്ന് വില ഹരിച്ചാൽ മതി അല്ലേ? അഥവാ 13,750 ഹരിക്കണം 22 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. എത്രയാണ് കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കൂ.
625. അപ്പോൾ ആകെ നോട്ട്ബുക്കുകൾ 625 എണ്ണമാണ് വാങ്ങിയത്. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഇത് ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഒരു കെട്ടിൽ 25 നോട്ട്ബുക്കുകൾ ഉണ്ടെങ്കിൽ എത്ര കെട്ട് നോട്ട്ബുക്കുകൾ വാങ്ങി? ഒരു കെട്ട്, അപ്പോൾ നമ്മൾ എഴുതാം ഒരു കെട്ട് എത്രയാണ്? 25. ഇനി എത്ര കെട്ടുണ്ട്? അപ്പോൾ എത്ര കെട്ടുകളാണ്? വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമുക്കറിയാം 625 നോട്ട്ബുക്കുകളാണുള്ളത്. അപ്പോൾ നമുക്ക് 625 ഹരിക്കണം 25 ചെയ്താൽ ഉത്തരം കിട്ടും. ഉത്തരം എന്ന് പറയുന്നത് 25 ആണ്. ഇനി ഉത്തരം ശരിയാണോ നോക്കണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി. ഈ 25ഉം കൂടെ ഒന്ന് ഗുണിച്ചു നോക്കിയാൽ നമുക്ക് കറക്റ്റ് 625 കിട്ടുന്നുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് അവസാനത്തെ പ്രവർത്തനമാണ്. ഏഴാമത്തെ പ്രവർത്തനം. 2, 3, 4 എന്നീ മൂന്നക്കങ്ങൾ വരുന്ന എല്ലാ മൂന്നക്ക സംഖ്യകളും എഴുതുക. എഴുതിയ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക എഴുതുക. അപ്പോൾ നേരത്തെ നമ്മളൊരു എത്രയാണ്? 8 എണ്ണം എഴുതുക, 6 എണ്ണം എഴുതുക എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ എല്ലാ സംഖ്യകളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അതേ രീതിയിൽ തന്നെ എഴുതുക. ആദ്യം നമുക്കിവിടെ 2 എടുക്കാം. ഓക്കെ, 2 എടുത്തു കഴിഞ്ഞാൽ 234 എന്നുള്ളത് ഒരു സംഖ്യയായിട്ട് വരും. അത് കഴിഞ്ഞാൽ വീണ്ടും 2 എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 4, 3 അഥവാ 243 എന്ന് എഴുതി കൊടുക്കുക. പിന്നെ നമുക്ക് ഈ 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെ 3 സംഖ്യകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തത് 3 എടുക്കുക. ഓക്കെ, 3 എടുത്തിട്ട് 2ഉം 4ഉം എഴുതുക, അഥവാ 324. വീണ്ടും 3 എഴുതുക, എന്നിട്ട് 342 എന്ന് എഴുതുക. ഇനി നമുക്ക് 3 ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്തത് നമ്മൾ 4 എടുക്കണം. 4 എടുത്തിട്ടും ഇതേപോലെ തന്നെ 423 എഴുതുക. അത് കഴിഞ്ഞിട്ട് 432 എന്ന് എഴുതുക. ഇത്രയും സംഖ്യകളാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. എത്ര സംഖ്യയായി? 1, 2, 3, 4, 5, 6 സംഖ്യകളായി. ഇനി എല്ലാ മൂന്നക്ക സംഖ്യയുടെയും തുക കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ നിങ്ങൾ പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 1998 എന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കണം, അപ്പോഴാണ് ഈ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.